ചേട്ടനും അഞ്ചൊക്കെ മാർക്കറ്റിൽ പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞ് എഡിറ്റിംഗ് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കറിയെല്ലാം ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് രാത്രിക്ക് എനിക്ക് ആ കറിയൊക്കെ തികഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പിന്നെ പോയില്ല കേട്ടോ. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ എണ്ണപ്പത്തിരി ഉണ്ടാക്കിയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറയാൻ പറ്റില്ല, ചെറുകടിയായിട്ട് ഞാൻ ഉണ്ടാക്കിയായിരുന്നു, ചെറു ചായക്കടി. കാരണം ചായ അവർ പോകുന്നതിന് മുൻപ് കുടിച്ചിട്ട് പോകും. വന്നു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ മതി. കാരണം അവർക്ക് സമ്മർ ക്യാമ്പ് കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ വിശപ്പൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്ത മെയിൻ കാര്യം. അപ്പോൾ ഇന്നും അവർ സമ്മർ ക്യാമ്പിനായിട്ട് പോയേക്കണം. ഇന്നും നാളെയും കൂടി ഉള്ളു ശരിക്കും പറഞ്ഞാൽ സമ്മർ ക്യാമ്പ്. നാളെ അവരുടെ സമ്മർ ക്യാമ്പ് നാളത്തെയും കൂടി ഉണ്ട്. അത് കഴിയുമ്പോൾ തീരും. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു, ഇന്നലെ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന മാവ് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. എണ്ണപ്പത്തിരിനെ ചെറിയൊരു ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബോറടിക്കാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം സെയിം മാവ് കൊണ്ട്. ഇന്ന് ഞാൻ ഓർത്തപ്പോൾ അതിനകത്ത് ഇത്തിരി ഷുഗർ പൗഡറൊക്കെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ നല്ലപോലെ മിക്സാക്കി അതിനെ ബോൾസ് പോലെ ഉണ്ട പോലെ നമുക്ക് ആവി കയറ്റിയെടുക്കാമെന്ന്. ഇന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതല്ല കേട്ടോ, ഇന്ന് ആവി കയറ്റിയെടുക്കുന്ന പലഹാരമാണ്. അപ്പോൾ തുടങ്ങിയാലോ, ജോലി ആരംഭിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പത്തിരി മാവ് ഞാനെടുത്ത് പുറത്ത് വെച്ചപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ നല്ലപോലെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേണ്ട ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് മാവ് ഒന്നും കൂടെ നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 കയ്യിൽ അരിപ്പൊടിയും കൂടെ, വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും കൊണ്ട് തന്നെ തികയുമോയെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു 2 കയ്യിൽ പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ആവി കയറ്റാനുള്ള പാത്രം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാട്ടോ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ചൂടായി വരുമ്പോഴേക്കും നമുക്കിവിടെ കുഴച്ചെടുക്കാനും സമയം കിട്ടും. അതിനുശേഷം നമുക്ക് ബോൾസ് ആക്കിയൊക്കെ എടുക്കണം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, വീണ്ടും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് മാവ്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഷുഗറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ടേസ്റ്റും തിന്നാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു പത്തിരി ആട്ടോ. പത്തിരി എന്ന് പറയാൻ പറ്റില്ല, സ്വീറ്റ് ആയിട്ടുള്ളൊരു ഉണ്ടയാണ് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ അഞ്ജുവിനും ചേട്ടനൊക്കെ ആയാലും ഇഷ്ടപ്പെടും. എണ്ണപ്പത്തിരി എന്ന് പറയുമ്പോൾ നമ്മളത് ഓയിലിൽ ഉണ്ടാക്കുന്നതല്ലേ, ഇതാവുമ്പോൾ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങളെങ്ങനെയൊന്ന് ഒരു ചേഞ്ച് വരുത്തിയൊന്ന് നോക്കി ഉണ്ടാക്കി കൊടുത്തു നോക്കും. നല്ലൊരു പ്രത്യേകതയാണ്, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ബോൾസൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ വെക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ബ്രഷ് വെച്ച് അല്പം ഓയിൽ തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ബോൾസുകളെല്ലാം വിട്ട് കിട്ടാനായിട്ട് ഞാൻ ഇത്തിരി ഓയിലും കൂടെ നമ്മുടെ ആവി കയറ്റാനുള്ള പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ബോൾസ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആവി പാത്രമൊക്കെ ഞാൻ അടച്ചു വെച്ചു. ഇനി ഉച്ചക്കലത്തേക്ക് ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ന് കായ കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. പിന്നെ എഗ്ഗ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 എഗ്ഗ് എടുത്ത് അതിനകത്തേക്ക് ആവശ്യം വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് പിന്നെ ഒരു ശകലം ഓയിലും കൂടെ ചേർത്ത് കുക്കറിലാട്ടോ ഞാൻ ബോയിൽ ചെയ്തെടുക്കണം. കുക്കറിലാവുമ്പോൾ നമുക്ക് ഒറ്റ വിസിലുമ്പോൾ തന്നെ ഓഫാക്കുകയും ചെയ്യാം. എഗ്ഗ് ബോയിലായിട്ടുണ്ടാവും, നമ്മുടെ പണി എളുപ്പമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പുമേലേക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കായയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ബൗളെടുത്ത് ബൗളിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് കായക്കറിയൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ട് നമ്മൾ കായൊക്കെ അതിനകത്തേക്ക് കട്ട് ചെയ്തിടണമെങ്കിൽ നമ്മുടെ കൈമയോ അല്ലെങ്കിൽ കത്തിമയോ ഒന്നും ഒട്ടും തന്നെ കായക്കറി പിടിക്കില്ല. അതുപോലെ തന്നെ കായയിലുള്ള കറിയായാലും എല്ലാം തന്നെ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സീസണിൽ കിട്ടുന്ന കായ എന്ന് പറയുന്നത് ചെറിയ കായ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊണ്ട് കളയാം. പക്ഷേ തൊണ്ട് കംപ്ലീറ്റ്ലി കളയണം, അല്ലെങ്കിൽ ഒരു കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ തൊണ്ട് കളഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ കായ തോരൻ വെക്കാറ്. അപ്പോഴേക്കും നമ്മുടെ പത്തിരി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ആവി കയറി കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു 2 സെക്കൻഡ് ഒന്ന് അതിൻ്റെ അടുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ആവിയൊക്കെ ഒന്ന് പോകാനായിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് കൈ വെച്ച് എടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈമിൽ ഞാൻ അതിൽ നിന്ന് ബോൾസ് എല്ലാം ഒരു ബോളിലാക്കി നീക്കി വെക്കാം കേട്ടോ.
അതിനുശേഷം ഈ വലിയ പാത്രം നമ്മൾ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ നമുക്ക് വേഗം മറ്റു ജോലികളൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. എനിക്ക് അടുപ്പാണെങ്കിലും ഫ്രീ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ പാത്രമൊക്കെ അവിടെ നിന്ന് മാറ്റി ഇതാ വീണ്ടും എൻ്റെ ബാക്കി കട്ടിങ് കാര്യങ്ങളിലേക്ക് കടക്കണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്താ കായൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തക്കാളി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. തക്കാളി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടുള്ള തക്കാളി ആയിട്ട് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. തക്കാളി കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എനിക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ എന്താ കട്ട് ചെയ്യുന്ന കട്ടിങ് ബോർഡിൽ തന്നെ വെച്ചിട്ട് കേട്ടോ ഇപ്പോൾ ചതയ്ക്കുന്നത്. അതിനുശേഷം എന്താ പച്ചമുളകും പിന്നെ സബോളയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബോളയൊക്കെ റെഡിയാക്കി എടുക്കണം. എഗ്ഗ് കറിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം വേഗത്തിൽ തന്നെ റെഡിയാക്കാം കേട്ടോ. ഇന്ന് എഗ്ഗ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ സബോളയൊക്കെ ചെറിയ പീസായിട്ട് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ പാല് പിഴിഞ്ഞൊന്നും വെച്ചിട്ടുള്ള കറിയല്ല ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് സിമ്പിളായിട്ടുള്ള എഗ്ഗ് കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് പകരമായിട്ട് ഞാൻ അമൂൽ ഫ്രഷ് ക്രീം ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ അഞ്ജുന് എഗ്ഗ് റോസ്റ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായപ്പോൾ ഇത്തിരി ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എഗ്ഗ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേക്കും എന്താ എഗ്ഗൊക്കെ പുഴുങ്ങിയത് ഞാൻ തൊണ്ട് കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 എഗ്ഗും എന്താ റോസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുക കേട്ടോ. എഗ്ഗ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഇതാ ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതാ വേറൊരു പാൻ മറ്റേ അടുപ്പുമ്മയും കൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേഗത്തിൽ തന്നെ കായ കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ പാൻ ചൂടായപ്പോൾ അവിടെയും ഓയിലൊക്കെ ഒഴിച്ച് അതിലേക്ക് സബോള, പച്ചമുളക്, പിന്നെ ഇത്തിരി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഞാൻ എന്താ തോരന് വേണ്ടിയിട്ട് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ എഗ്ഗൊക്കെ റോസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഗ്ഗിനെ ഓയിലിൽ നിന്ന് മാറ്റി അതിലേക്ക് ഇത്തിരി കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സബോള, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് കീറി വെച്ചിരുന്നതും അതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്താ കായുപ്പേരി ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് ഇട്ടിരുന്ന സബോളയൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ ഈ ജോലികളുടെ ഉള്ളിൽ കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ കായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കായ നല്ലപോലെ വാഷ് ചെയ്ത് കായ കൊണ്ടുവരണം. അപ്പോൾ കായയും കൂടെ നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കായയും കൂടെ നമ്മുടെ സബോള വഴിച്ചയിലേക്ക് ഇട്ട് ഞാൻ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്ത് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഒരു കുറച്ച് സമയത്ത് നമുക്ക് അടച്ചു വെച്ചത് കുക്ക് ചെയ്യാം. ഇവിടെ എഗ്ഗ് കറിക്കുള്ള സബോളയൊക്കെ വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. എഗ്ഗ് കറിയിലേക്കായിട്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. മുളക് കരിയാതിരിക്കാനായിട്ട് ഞാൻ ഉടനെ തന്നെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി സമയം മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചേർത്ത മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇത്തിരി എരിവിനായിട്ട് ഞാൻ കുരുമുളക് പൊടിയും കൂടെ ചേർത്തത്. അപ്പോൾ അതെല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ തക്കാളിയും കൂടെ അതിലേക്കിട്ട് തക്കാളി വേഗത്തിൽ തന്നെ കുക്കായി കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി അടച്ചു വെച്ചിരിക്കുക കേട്ടോ തക്കാളി വെന്ത് കിട്ടാനായിട്ട്. പിന്നെ തേങ്ങ ചിരവിയത് ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് അതിൻ്റെ തണുപ്പ് വേഗത്തിൽ വിട്ടു കിട്ടാനായിട്ട് ഞാൻ കായുപ്പേരിയുടെ പാനിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തണുപ്പൊക്കെ ഒന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കായ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ടാൽ മതി. കായ ഒന്നും കൂടെ കുക്ക് ആവാനുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മുടെ എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ശകലം അമൂൽ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കറി ഇത്തിരി ഗ്രേവി ആക്കാനായിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ കായുപ്പേരി അതും റെഡിയായി. പിന്നെ ഞാൻ അവിടെ അരിയൊക്കെ കഴുകി ഇന്ന് കുത്തരി ആയിട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നാട്ടിലത്തെ അരി. അപ്പോൾ അത് കഴുകി കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ അടച്ച് നീക്കി വെക്കുന്നുള്ളത്. അപ്പോൾ അഞ്ചു എത്തിയിട്ടോ. സമ്മർ ക്യാമ്പൊക്കെ കഴിഞ്ഞ് അഞ്ചു എത്തി. വളരെ ടയേർഡായിട്ടുണ്ട് എത്തിയേക്കണേ. വാട്ടർമെലൻ കട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇന്നലെ ഇവർ കടയിൽ പോയി വന്നപ്പോൾ വാട്ടർമെലൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പൊ അത് നമ്മൾ കട്ട് പറയാൻ തുടങ്ങിയതാ. പക്ഷെ ഇവര് പറഞ്ഞു ഇന്ന് കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഇന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചേക്കണേ. അഞ്ചിന്റെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് വാട്ടർമെലൻ. എന്തൊക്കെയാ പഠിപ്പിക്കണേ? എന്താ പരിപാടി സ്കൂളില്? ഇപ്പൊ സമ്മർ ക്യാമ്പില് ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്, കഥക്കും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും ബേസിക് സ്റ്റെപ്സാ പഠിപ്പിക്കുന്നത്. അപ്പൊ നാളെയാണ് അതിന്റെ ലാസ്റ്റ് ഡേ സമ്മർ ക്യാമ്പിന്റെ. അപ്പൊ നാളെ ഒരു എൻഡിങ് സെറമണി ആയിട്ടാണ് ഞങ്ങള് പ്രോഗ്രാം വെച്ചേക്കണ്ട്. അപ്പൊ അങ്ങനെ ഭരതനാട്യം ലാസ്റ്റ്. അപ്പൊ നാളെ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ ഞങ്ങക്ക് ഇത്രയും ദിവസം പഠിപ്പിച്ചതെല്ലാം കാണാം, പെർഫോം ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാം പ്രിപ്പയർഡ് ആണോ? റെഡി ആണോ? ആണോ? ഓക്കെ ഓക്കെ. അന്ന് നമ്മള് വാട്ടർമെലൻ കട്ട് ചെയ്യാൻ പോവാ.
അപ്പോൾ അതാ ചേട്ടനും സമ്മർ ക്യാമ്പൊക്കെ കഴിഞ്ഞ് ചേട്ടൻ എന്താ വരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു. നാളെയും കൂടെ അല്ലേ ഉള്ളൂ. നാളെ ലാസ്റ്റ്. ടയേർഡായി, വെള്ളമൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ രാവിലെ അവർക്ക് ചെറിയൊരു റിഫ്രഷ്മെന്റ് കിട്ടും സ്കൂളിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചു വരാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. ഈ ചോറും കറിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. അല്ല, ചോറ് റെഡിയല്ല കേട്ടോ, ചോറ് റെഡിയല്ല. ആ, അഞ്ചു വന്നതേ വാട്ടർമെലൻ കട്ട് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും വാട്ടർമെലൻ കട്ട് ചെയ്യും. ഇന്നലെ ഞാൻ അഞ്ജുവിൻ്റെ ബുക്സൊക്കെ കവർ ചെയ്യാന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം പേരെഴുതാണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാത്തിൻ്റെയും കഴിഞ്ഞിട്ടില്ല, പക്ഷേ ബുക്സിൻ്റെ എല്ലാത്തിൻ്റെയും കഴിഞ്ഞു. ഇനി നോട്ട് ബുക്സ് ബാക്കിയുണ്ട്. കവർ ഇട്ടിട്ടില്ല, പക്ഷേ കവർ ഞാൻ പാകത്തിന് നോക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാപ്ലർ നമുക്ക് ചെയ്യാൻ സ്റ്റാപ്ലറിൻ്റെ പിന്ന് കഴിഞ്ഞിരിക്കുക. അപ്പോൾ പിന്ന് വാങ്ങിക്കണം. ഇന്നലെ പോയപ്പോൾ പറഞ്ഞു വിടാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വേണം ഇതിനൊന്ന് റെഡിയാക്കാനായിട്ട്. ഇപ്പം ഞാനിതിങ്ങനെ ജസ്റ്റ് എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇടാനുള്ള എളുപ്പത്തിന്. ഇവിടെതാ ചേട്ടൻ നടക്കുന്ന ബാഗിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എഴുതണം, പിള്ളേർക്ക് കൊടുക്കണ്ട. നാളെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. നാളെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അഞ്ചു പറഞ്ഞു എൻഡിങ് സെറിമണി ലാസ്റ്റ് ഡേയിൽ. നോക്കട്ടെ ഒന്ന് കാണിച്ച്, ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു തന്നെ. അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണത്. കോച്ചിങ് ക്യാമ്പ് അടിപൊളി. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ അതേ ഇവിടെ അഞ്ജുവിൻ്റെ ബാക്കി നോട്ട് ബുക്സ് എല്ലാം അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് കവർ ചെയ്തിട്ട് വേണം. ഇന്നലെ കുറച്ച് മാത്രം, പക്ഷേ ഇന്നലെ ഞാൻ ചെയ്തായിരുന്ന സ്റ്റേപ്ലർ പിൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്കത് ഇന്ന് ചെയ്യണം. ഇതാ അഞ്ജു ഇങ്ങനെ വാട്ടർമെലൻ കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അഞ്ജുവിന് ജ്യൂസ് അടിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് കടയിൽ പോകണം, പുറത്ത് കൊണ്ടതുകൊണ്ട്. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞ് സമ്മറിലേക്ക് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വക ഫ്രൂട്ട്സുകളെല്ലാം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് നന്നായി കിട്ടുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഓറഞ്ചാട്ടോ. ഓറഞ്ച് കഴിഞ്ഞ് പിന്നെ അടുത്തത് വാട്ടർമെലൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നാ. നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് നോക്കാം. ഈ വർഷം നമ്മൾ ആദ്യം വാങ്ങുന്നത് അല്ലേ? ഈ വർഷം നമ്മൾ ആദ്യം മേടിക്കുന്നത് ഇത് വേറൊരു കളറാ. മറ്റേ ആണോ? റെഡ് അല്ലേ? അല്ലെന്നേ, പച്ച കണ്ടില്ലേ? വേറെ സൈസ് പച്ചയല്ലേ? വേറെ ഒരു ലൈറ്റ് കളറ് പുറത്ത്. ഇതിപ്പോ ഡാർക്ക് പച്ചയാണ്. മറ്റേ ഒരു വരയൊക്കെ ഉള്ള സാധാരണ വരുന്നത്. ഈ കത്തി കാരണം കൊണ്ട് മാത്രമാണ് ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നത്. നല്ല ഹെവി തെന്നി പോകുന്നു. അതിന്റെ താഴെ ഒരു തുണി എടുത്തിട്ട് തെന്നി പോണത് വഴുക്കി പോകും. തുണി ഇതിനകത്ത് ഇട്ടിട്ട് കൗണ്ടർ ടോപ്പ് മേന്ന് അങ്ങനത് വഴുക്കി പോകും. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ തന്നെയില്ല. ഈ കത്തി നല്ല സൂപ്പർ കത്തി കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇപ്പൊ 2 കൊല്ലം കണ്ടായി അല്ലേ ഏട്ടാ? 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 2-3 കൊല്ലം കണ്ടായി. നല്ല കത്തിയാ. അന്ന് എത്ര 800 സംതിങ്ങിനെ കൊണ്ട് വാങ്ങിയതാ. പക്ഷെ നല്ല സൂപ്പർ കത്തിയാ. ഇതുവരെ ഇതിന്റെ മൂർച്ചയൊന്നും പോയിട്ടില്ല. തന്നെ ഉപയോഗിക്കണം. എവിടെയെങ്കിലും ഒന്ന് കൊണ്ടാ മതി. ഈ കട്ടാവാൻ. എന്നാലും നമുക്ക് സ്ഥിരം കിട്ടുന്ന അത്രയും റെഡ് ഇല്ല കേട്ടോ. അത്രയാ ഒരു റെഡിഷ് കളർ ഇല്ല, കുറച്ച് റെഡിഷ് കളർ. ശരിക്കും സമ്മർ ആവുമ്പോ കിട്ടുന്ന ആ ഒരു ഡാർക്ക് റെഡ് അത്രയ്ക്കായിട്ടില്ല. ഇതിപ്പോ ഒരു ലൈറ്റ് റെഡ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇനി കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോ ഇതിനൊരു പീസ് എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ആരോഗ്യം വേണം. തൊണ്ട് ഭയങ്കര കട്ടിയുള്ളത്. എന്റെ തൊണ്ടുണ്ടല്ലോ ഭയങ്കര, നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വീഡിയോയില്. ഭയങ്കര തിക്കാ. അല്ലെങ്കിൽ വാട്ടർമെലന്റെ തൊണ്ട് നല്ല കട്ടിയുള്ളതാണ്. എന്നാലും ഇത് ഇത്തിരി ഓവർ കട്ടി കൂടുതൽ ഫീൽ ചെയ്യും. അഞ്ജലി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അഞ്ജലിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ വേഗം ബൗളിലേക്ക് എടുത്ത് വെക്കണം. അറിഞ്ഞില്ലേ അഞ്ജു? വേണോ വാട്ടർമെലൻ എന്താ കൊണ്ടുപോയി കഴിക്കും. മധുരം ഉണ്ടോന്ന് നോക്കിയാൽ മതി. നല്ല മധുരമുണ്ട്, കുഴപ്പമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു സമ്മറിൽ കിട്ടുന്നത് കുറച്ച് നല്ലതാ. നമുക്കിങ്ങനെ കിട്ടാണ്ട് ഇപ്പൊ ഈ വർഷം ആദ്യമായിട്ട് കഴിക്കുമ്പോ അതിനൊരു മധുരം തോന്നുന്നുണ്ട്. അഞ്ജു നമ്മുടെ ഫ്രണ്ട്സ് ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അഞ്ജു സംസാരിക്കാത്ത കുട്ടിയാണോന്ന്. അഞ്ജുന്ന് കമന്റ് ഞാൻ വായിച്ച് കഴിപ്പിച്ചിട്ട് ചിരി വരായിരുന്നു. അഞ്ജു സംസാരിക്കാത്ത കുട്ടിയാണോ? അഞ്ജു ഞാൻ സംസാരിക്കും, പക്ഷെ ക്യാമറന്റെ മുമ്പിൽ അത്രയും സംസാരിക്കില്ല. ക്യാമറന്റെ മുമ്പിൽ സംസാരിക്കാൻ മടിയും നാണൊക്കെയാണ്. ക്യാമറ ഓഫാക്കിയ അപ്പൊ
അപ്പൊ കാണാൻ നിങ്ങൾക്ക്. ഇത് തന്നെ ഇപ്പൊ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് വിളിച്ചപ്പോ വന്നിരിക്കുന്നത് അല്ലേ? ക്യാമറ ഓൺ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരുടെ വിശപ്പ് മാറ്റാനും ദാഹം മാറ്റാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. ചേട്ടനിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുക, അത് കഴിയുമ്പോൾ ചേട്ടനും തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെഡിയായി. കിച്ചണിലേക്ക് ഒരുവിധം ജോലികളൊക്കെ തീർത്തു. ഞങ്ങൾക്കൊന്ന് കടയിൽ പോകണം. അപ്പോൾ കടയിലൊക്കെ പോയി വന്നിട്ട് വേണം ഇനി ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ. അഞ്ജുൻ്റെ ബുക്സ് കവർ ചെയ്യാനൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടൊന്നുമില്ല. സ്റ്റാർട്ടിങ് മാത്രമായിട്ടുള്ളൂ. വന്നിട്ട് ബാക്കി ജോലിയൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കടയിൽ പോയിട്ട് ഓടി വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.